ഇന്നല്ലെങ്കിൽ വേറൊരു ദിവസം നമ്മൾ ഉറപ്പായിട്ട് മിസ് ചെയ്യാൻ പോകുന്ന ഒരു കാലഘട്ടം, അത് നമ്മളെ സ്കൂൾ ലൈഫ് കാലഘട്ടം. പണ്ടാരും എങ്ങനെയെങ്കിലും തീർന്നാൽ മതി എന്ന് സ്കൂൾ കാലഘട്ടത്തിൽ നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഒക്കെ നമ്മൾ സംടൈംസ് വിചാരിക്കും എങ്ങനെയെങ്കിലും ഒന്ന് ആ ഒരു കാലഘട്ടത്തിൽ പോയിട്ട് ഒന്നും കൂടി പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പ് മാത്രമായിരിക്കില്ല, നമ്മളെ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളെ പോകാൻ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. ഇത്രയും കാര്യങ്ങൾ പറയാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് തൊട്ടിട്ട് ഒരു സ്കൂൾ ഡ്രാമയാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ഡ്രാമ ഒരുപാട് ഇഷ്ടപ്പെടും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. കാരണം സ്കൂൾ ഡ്രാമകൾ നിങ്ങൾക്ക് പലപ്പോഴും ഇഷ്ടമാണല്ലോ. അപ്പൊ അധികം ഒന്നും പറയാണ്ട് ഈ ഒരു ഡ്രാമയിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഈ സൈക്കിൾ ഓടിച്ചിട്ട് വരുന്ന പെണ്ണാണ് നമ്മളെ നായികയായിട്ടുള്ള ഷീ ടൂ ടൂട്ടാൻ, അങ്ങനെ എന്താ പറഞ്ഞാൽ നമുക്ക് ഇവളെ ഷീ എന്ന് വിളിക്കാം. ഇവളാണെങ്കിൽ ഒരു പീടിയെന്ന് പാൻ കേക്കും വാങ്ങിയിട്ട് ഹാപ്പി ആയിട്ട് തിന്നാന്ന് വിചാരിച്ച് നിൽക്കുന്നവരായിരിക്കും കുരുട്ട് ചെക്കനായിട്ടുള്ള ചെൻ മുങ് മുങ്, അങ്ങനെ എന്തോ പറയാ. അപ്പൊ നമുക്ക് ഇവനെ ചെന്നെന്ന് വിളിക്കാം. ചെന്നാണെങ്കിൽ ഇവളെ പാൻ കേക്ക് കൊടുത്തിട്ട് പോകുന്നുണ്ടാവുക. ഇവളെ പാൻ കേക്ക് ഇവൻ എടുക്കണമെങ്കിൽ ഇവര് തമ്മിൽ അത്ര ക്ലോസ് ബന്ധമായിരിക്കുമല്ലോ. ഇത് നമ്മളെ നായികയും ഇത് നമ്മളെ നായകനുമായിരിക്കും. ഇവര് രണ്ടാളും ചെറുപ്പം തൊട്ടിട്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും. എല്ലാ പ്രശ്നത്തിലും എല്ലാ ഹാപ്പിനെസ്സിലും എല്ലാ സങ്കടത്തിലും ഒക്കെ ഇവരെ ഒപ്പരായിരിക്കും. നമ്മളെ പെണ്ണാണെങ്കിൽ അവളെ പാൻ കേക്ക് കൊടുത്തിട്ട് പോയത് കൊണ്ട് തന്നെ അവനെ ഫോളോ ചെയ്തിട്ട് പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ടാവും. ഇതേ ടൈം ആയിരിക്കും അവരെ അടുത്ത ഫ്രണ്ട് ആയിട്ടുള്ള ജുവാൻ സീഹനെ കാണുന്നുണ്ടാവുക. നമുക്ക് ഇവനെ സീഹ എന്ന് വിളിക്കാം. നമ്മളെ പെണ്ണാണെങ്കിൽ പറയും നീ ആ ലേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നീ തന്നെ ഇന്ന് ഡ്രിങ്ക്സ് വാങ്ങി തരണമെന്ന് പറഞ്ഞായിരിക്കും അവള് സൈക്കിൾ ഓടിക്കുന്നുണ്ടാവുക. ഫസ്റ്റ് അവന് കത്തിയിട്ടുണ്ടാവില്ല, പിന്നെ ആയിരിക്കും കയ്യിൽ നിന്ന് പൈസ പോകുന്ന കാര്യം എന്ന് മനസ്സിലാക്കിയിട്ട് എവിടെ കള്ള ഹമുക്കുകളെ ഷോർട്ട് കട്ട് എടുക്കാണ്ട് നേരെ പോകണമെന്ന് പറഞ്ഞിട്ട് അവരെ പിന്നാലെ തന്നെ ഇവ സൈക്കിൾ ഓടിച്ചിട്ട് പോകുന്നുണ്ടാവുക. ഇതേ ടൈമിൽ ഇവരെ കൂട്ടത്തിലെ കുറച്ച് ഉടായിപ്പും എല്ലാ കുരുട്ടുകാരിയുള്ള വേറൊരു ഫ്രണ്ടും കൂടി ഉണ്ടാവും. അവന്റെ പേര് ഗൗവോ ബുലി. നമുക്ക് ഇവനെ ബുലി എന്ന് വിളിക്കാം, നല്ല രസമല്ലേ. ബുലി ആണെങ്കിൽ വേഗം സൈക്കിളെല്ലാം വെച്ചിട്ട് പോകാന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്ന ടൈമായിരിക്കും നമ്മൾ സീഹ ആണെങ്കിൽ വന്നിട്ട് അവന് സൈക്കിൾ കൊടുക്കുന്നുണ്ടാവുക. സൈക്കിൾ കൊടുക്കുമ്പോൾ ഇത് എല്ലാ സൈക്കിളും പരക്കട വീകുന്നുണ്ടാവേ. അവൻ മാത്രമായിരിക്കൂല, നമ്മളെ ചെന്നും ഷീയും എല്ലാരും ഈ ഒരു ബുലിക്ക് സൈക്കിൾ കൊടുത്തിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. ബുലിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് അവനും അവന്റെ സൈക്കിൾ അവിടെ ചാടുന്നുണ്ടാവും. ഇങ്ങനെ എല്ലാ കുരുപ്പങ്ങളും ക്ലാസ്സിൽ ഓടിക്കയറുന്നവരായിരിക്കും. നമ്മളെ പെണ്ണാണെങ്കിൽ അവളെ ക്രഷിനെ കാണുന്നുണ്ടാവുക. അവക്കാണെങ്കിൽ അവനെ കണ്ടപാട് കണ്ണിൽ 2 ബൾബ് കത്തുന്നുണ്ടാവേ. അതേ സന്തോഷത്തിൽ നിൽക്കുന്നവരായിരിക്കും. ഡബിൾ സന്തോഷം കിട്ടേണ്ടിയിട്ട് ഇവന്റെ അടുത്ത് തന്നെയായിരിക്കും നമ്മളെ പെണ്ണിന്റെ സീറ്റ്. അവൾക്ക് ഒരുപാട് ഹാപ്പി ആവുകയും എല്ലാ ക്ലാസ്സിലും കുറച്ച് ഗോസിപ്പ് പറയുന്ന ടീംസ് ഉണ്ടല്ലോ, ആ ഗോസിപ്പ് ടീംസ് ആണെങ്കിൽ നമ്മളെ പെണ്ണിനെ കൂടി ഇങ്ങനെ കുറ്റം പറഞ്ഞോട് നിൽക്കുന്നുണ്ടാവും. പക്ഷെ നമ്മളെ പെണ്ണാണെങ്കിൽ ഇതൊന്നും മൈൻഡ് ആക്കുന്നുണ്ടാവില്ല. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഷീയും ചെന്നും ഭയങ്കര ഫ്രണ്ട്സ് ആണെന്ന്. അതുകൊണ്ട് ഷീക്ക് എന്തെല്ലോ മാറ്റം വന്നതുപോലെ നമ്മളെ ചെൻ തോന്നുന്നുണ്ടാവും. അതും ഈ ഒരു ക്രഷിൻ്റെ അടുത്തിരിക്കുന്ന നേരം അവനാണെങ്കിൽ ഇത് ഇഷ്ടപ്പെടാണ്ട് അവളെ ഇറിറ്റേറ്റ് ചെയ്തോട് നിൽക്കുകയും ഇവക്കാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് 2 മരിച്ചോട് നിൽക്കുന്ന ടൈമായിരിക്കും സാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. സാറിനെ കണ്ടപാട് നമ്മളെ ചെക്കനാണെങ്കിൽ അവന്റെ സീറ്റ് പോയിട്ടിരിക്കും. അങ്ങനെ ബ്രേക്ക് ടൈമിൽ നമ്മളെ ചെക്കനും പെണ്ണും കൂടിയിട്ട് ഫുഡ് കഴിക്കുന്നതായിരിക്കും. അവളാണെങ്കിൽ ചിക്കൻ പറിച്ച് വലിച്ചിട്ട് തിന്നുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈം ആ ഒരു ക്രഷിനെ കാണുന്നേരം അവളെ മുഖഭാവങ്ങളൊക്കെ മാറിയിട്ട് നമ്മൾ കല്യാണ പോരക്കുന്ന ക്യാമറക്കാർ വന്നാൽ എങ്ങനെ തിന്നുക സമാധാനത്തിലല്ലേ, അതുപോലെ അവള് തിന്നുന്നുണ്ടാവേ. ഇവളെ മാറ്റമെല്ലാം കണ്ടിട്ട് നമ്മളെ ചെന്നിനാണെങ്കിൽ ഒരു ഡൗട്ട് തോന്നും. അവനാണെങ്കിൽ പറയും സത്യം പറയടി നിനക്കെന്നാ പറ്റിയേ, ആ ഒരു ബേച്ചിനെ കാണുമ്പോൾ നിനക്ക് എന്തെല്ലോ മാറ്റങ്ങൾ വരുന്നുണ്ട്, സത്യം പറയാന്നൊന്നും പറയേ. അതേ ടൈം അവൾ എന്തോ ഒരു കാര്യം പറയാൻ നിൽക്കുന്നവരായിരിക്കും. നമ്മളെ സീഹേനോട് ഇങ്ങനെ ലേറ്റ് ആയിട്ട് വന്നിട്ട് ഡ്രിങ്ക്സ് വാങ്ങി തരണമെന്ന് പറഞ്ഞില്ലേ, സീഹ ആണെങ്കിൽ അങ്ങോട്ടേക്ക് ഡ്രിങ്ക്സ് കൊടുത്തിട്ട് വരുന്നുണ്ടാവും. അതുകൊണ്ട് നമ്മളെ പെണ്ണിനാണെങ്കിൽ അവൾക്ക് അവനോടുള്ള ക്രഷ് പറയാൻ പറ്റിയിട്ടുണ്ടാവില്ല. വീട്ടിലേക്ക് പോകുന്ന വഴിയിലും 2 കുരുപ്പങ്ങളാണെങ്കിൽ പുറത്തുനിന്ന് ഫുഡെല്ലാം കഴിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും പോകാൻ നിൽക്കുന്നുണ്ടാവുക. പെട്ടെന്നായിരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ ആരും ഒരാളെ കണ്ടിട്ട് പൈസ വരെ കൊടുക്കാണ്ട് അവിടുന്ന് ഓടുന്നുണ്ടാവുക. ചെന്നിനോട് പൈസ കൊടുത്തു എന്ന് പറഞ്ഞിരിക്കും ഓടുക. അങ്ങനെ അവൾ ഓടിയിട്ട് അയാളെയും കാട്ടി മുന്നേ വീട്ടിലെത്തുന്നുണ്ടാവും. നോക്കുമ്പോ എന്നാ അവളെ അമ്മയായിരിക്കും നടന്നിട്ട് പോകുന്നുണ്ടാവുക. അച്ഛനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഗെയിം കളിക്കുന്നതായിരിക്കും. അമ്മ അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അച്ഛന് പണി കിട്ടുമെന്ന് അറിയുന്നത് കൊണ്ടായിരിക്കും അവള് സ്പീഡിൽ പോയിട്ട് അച്ഛനോട് കാര്യങ്ങൾ പറയുന്നുണ്ടാവുക. അമ്മ വരുന്നേരം അച്ഛൻ നല്ല കുട്ടീനെ പോലെ വീടെല്ലാം വൃത്തിയാക്കുന്നുണ്ടാവും. നമ്മളെ പെണ്ണാണെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ പഠിക്കുന്നുണ്ടാവേ. നമ്മളെ അച്ഛനാണെങ്കിൽ പണിയെടുക്കുന്നത് കണ്ടിട്ട് അമ്മ നമ്മളെ അച്ഛനെ പ്രശംസിച്ചോണ്ട് നിന്നിട്ടായിരിക്കും അടുക്കളയിലേക്ക് പോകുന്നുണ്ടാവുക. അടുക്കളയിൽ നോക്കുന്നേരം
മൊത്തം അലങ്കോലായിട്ട് കാണുന്നവരെ അമ്മക്ക് മനസ്സിലാവുന്നുണ്ടാവും അച്ഛനും മോളും കൂടിയിട്ട് എന്തോ ഒരു ഉടായ്പ പരിപാടി ഏർപ്പെട്ടിട്ടുള്ളേ നിന്ന്. ആ ദേഷ്യത്തിൽ ഇതുപോലെ തിരിയുന്നവരായിരിക്കും ഇത്ര നേരം കളിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു സംഭവമില്ലേ, ഏത് അതിനെന്താ പറയാ, നമ്മളെ ലുഡോന്റെ എല്ലാം കഴിവെന്നെല്ലാം പറയില്ല, അതുപോലത്തെ എന്തോ ഒരു സംഭവം, അതൊക്കെ നിലത്ത് വീഴുന്നുണ്ടോ. പിന്നെ പറയണ്ടല്ലോ നമ്മളെ അച്ഛന്റെ കഥ ഹദാ ഹൂവയാണ്. അങ്ങനെ സ്കൂളെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ ചെക്കനാണെങ്കിൽ വേസ്റ്റ് ചാടാൻ വരുന്നവരായിരിക്കും. അവന്റെ അച്ഛനാണെങ്കിൽ ഏതോ ഒരു പെണ്ണുങ്ങളോട് സംസാരിക്കുന്നത് അവൻ കാണുന്നുണ്ടാവുക. അതും കണ്ടിട്ട് ഷോക്കായിട്ട് നിൽക്കുന്നവരായിരിക്കും. നമ്മളെ പെണ്ണാണെങ്കിൽ അത് കണ്ടിട്ട് ഇങ്ങനെ കളിയാക്കി കോട്ട് നിൽക്കുന്നുണ്ടാവുക. ഇവന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാണ്ടായിരിക്കും ഇവള് കളിയാക്കുന്നുണ്ടാവുക. ഇവ സങ്കടത്തിലാന്ന് മനസ്സിലാക്കുന്നവരെ അവളാണെങ്കിൽ പറയും, നിന്റെ അച്ഛനും അവരും തമ്മിൽ വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല, സംടൈംസ് ജസ്റ്റ് ഒന്ന് കണ്ടതായിരിക്കും, നീ ഇങ്ങനെ സങ്കടപ്പെടല്ല എന്ന് പറയും. അവനാണെങ്കിൽ പറയും, ആർക്കാ സങ്കടം, എനിക്ക് സങ്കടമൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇവളോടും തച്ച് മേടിച്ചോട് നടന്നിട്ട് പോകുന്നുണ്ടാവേ. പക്ഷെങ്കിൽ അവനാണെങ്കിൽ ശരിക്കും നല്ല സങ്കടം ഉണ്ടാവും. അച്ഛനാണെങ്കിൽ വീട്ടിൽ വരുന്ന ടൈം അവനായ ഒരു കാര്യം ചോദിക്കുക. അച്ഛനാണെങ്കിൽ പറയും, ഞാൻ അങ്ങനെ ഒരു പെണ്ണുങ്ങളെ കല്യാണമൊന്നും കഴിക്കാൻ പോകുന്നില്ല, നമ്മൾ രണ്ടുപേരും കുറച്ച് ദിവസം ഇങ്ങനെ ഫുഡൊക്കെ ഒപ്പരം കഴിച്ചിനെ, എല്ലാവരും നമ്മൾ തമ്മിൽ ഒന്നും ഇല്ലാന്ന് പറയേ. അതേ ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ പറയും, എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും രണ്ടാളും കല്യാണം കഴിച്ചിട്ടുണ്ടാവുന്ന കുട്ടിക്ക് ദയവ് ചെയ്തിട്ട് നമ്മളെ സർനെയിം ഇടരുത്, അതെനിക്ക് കേൾക്കാനുള്ള ശേഷിയില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ദേഷ്യം പിടിച്ചിട്ട് ഡോർ അടക്കുന്നുണ്ടാവേ. അച്ഛനാണെങ്കിൽ ഇവന് എന്ത് തേങ്ങയാ പറയുന്നെന്ന് മനസ്സിലാവാണ്ടായിരിക്കും അവിടെ ഇരിക്കുന്നുണ്ടാവുക. പിറ്റേ ദിവസം നമ്മളെ കുരുട്ട് പെണ്ണാണെങ്കിൽ ലേറ്റ് ആയിട്ടായിരിക്കും സ്കൂളിൽ പോകുന്നുണ്ടാവുക. അവിടെ പോയിട്ടാണെങ്കിലോ അവളെ ക്രഷ് ചെക്കനെ ഫോട്ടോ ഇങ്ങനെ വരച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവേ. നമ്മളെ സാറാണെങ്കിൽ നൈസായിട്ട് അവളെ പോക്കും. പക്ഷെങ്കിൽ ഇവള് വരച്ച ഫോട്ടോ നമ്മളെ സാറിനെയും കാണാൻ ഏകദേശം സെയിം ആയത് കൊണ്ട് മാത്രം അവള് രക്ഷപ്പെടുന്നുണ്ടാവും. സാറാണെങ്കിൽ പറയും, എന്നെ കാണാൻ ഭയങ്കര ഹാൻഡ്സ് ആണെന്നൊക്കെ എനിക്കറിയാം, എന്നാലും എന്നെ ഇങ്ങനെ ക്ലാസ്സിൽ വെച്ചിട്ട് വരക്കുന്നത് മോശമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളോട് പറയും. മാഗസീനൊക്കെ പബ്ലിഷ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിന്, ആ കാര്യം നോക്കിയിട്ട് എനിക്കിങ്ങനെ റിച്ച് ആകുമെന്ന് വേണ്ടത്, അല്ലെങ്കിൽ ഇപ്പൊ പഠിച്ചിട്ട് നല്ല കുട്ടിയായിട്ട് മുന്നോട്ട് പോകുമോ വേണ്ടേന്ന് ചോദിക്കുന്നവര് നമ്മളെ പെണ്ണാണെങ്കിൽ നമ്മളെ ചെന്നിനെ നോക്കുന്നുണ്ടാവേ. കാരണം ഈ ഒരു മാഗസീനിന്റെ കാര്യം നമ്മളെ ചെന്നിനെ മാത്രമേ അറിയുള്ളൂ, വേറൊരാൾക്കും അറിയില്ല. പക്ഷെ ചെന്നാണെങ്കിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്കിതിനെ കൊണ്ട് വലിയ അറിവില്ല എന്നുള്ള രീതിയിലായിരിക്കും അവള് നോക്കുന്നുണ്ടാവുക. ഇതേ ടൈം ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മർ വെക്കേഷൻ ആയിട്ടും നോവലും ആർട്ടിക്കിൾസ് ഒക്കെ എഴുതുന്ന നമ്മളെ പെണ്ണിനെ കണ്ടിട്ട് ചെന്നാണെങ്കിൽ ചോദിക്കും, നീ എപ്പോ ഇതിങ്ങനെ എഴുതിക്കൊണ്ട് നിൽക്കുന്നതല്ലേ, നമുക്ക് ഈ പ്രാവശ്യം ഏതെങ്കിലും പബ്ലിഷേഴ്സിന് ഇത് അയച്ചു കൊടുത്താലോ എന്ന് ചോദിക്കുക. അവക്കതിൽ വലിയ വിശ്വാസം ഉണ്ടാവില്ല. അവനാണെങ്കിൽ പറയും, നമ്മളെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സംടൈംസ് അവരെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതില്ലെന്ന് പറയുമ്പോൾ നമ്മളെ പെണ്ണും ഓക്കെ പറയും. അങ്ങനെ അവനാണെങ്കിൽ ഓരോ ദിവസം അതിന്റെ റിപ്ലൈ വന്നിനോ നോക്കി നിൽക്കുന്നവരായിരിക്കും. ഒരു ദിവസം അതിന്റെ റിപ്ലൈ വരുന്നുണ്ടാവും. അവൻ ഭയങ്കര ഹാപ്പിയിൽ നമ്മളെ പെണ്ണിന്റെ കൈമിൽ കൊടുക്കുക. നോക്കുമ്പം സിന്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി ഇവളെ ആർട്ടിക്കിൾ ആണെങ്കിൽ ഇഷ്ടപ്പെട്ടിന്, ആ ഒരു ആർട്ടിക്കിളിന് വേണ്ടി ഒരു ഇന്റർവ്യൂ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇവളോടാണെങ്കിൽ ഹെയ്ഫയിലേക്ക് പോകാൻ പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം നമ്മളെ പെണ്ണ് ഭയങ്കര ഹാപ്പിയിലായിരിക്കും അമ്മേനോട് പറയാ. അമ്മയാണെങ്കിൽ പറയും, അതെന്ന് വെച്ചാൽ വലിയൊരു കമ്പനിയാണ്, നിന്നെ പോലത്തൊരു ചെറിയ പെണ്ണിനെ എന്തായാലും അവർ ഇന്റർവ്യൂവിന് വിളിക്കൂല, ഉറപ്പായിട്ട് ഇതെന്തോ ഒരു ട്രാപ്പാന്നായിരിക്കും പറയുന്നുണ്ടാവും. പക്ഷെ നമ്മളെ പെണ്ണാണെങ്കിൽ പറയും, അമ്മക്ക് എന്റെ കഴിവിൽ വിശ്വാസമില്ല, അമ്മക്ക് എന്നോട് തീരെ ഇഷ്ടമല്ലാത്തത്, അങ്ങനെ ഇങ്ങനെയുള്ള രീതിയിൽ അമ്മേന്റെ വാക്ക് എടുക്കുന്നേ ഉണ്ടാവൂല. അമ്മ പറയുന്നേരം ചെന്നിന്റെ മുഖത്തൊരു വ്യത്യാസം ഉണ്ടാവേ. പക്ഷെ അവനാണെങ്കിൽ ഒന്നും നമ്മളെ പെണ്ണിനോട് പറയുന്നുണ്ടാവില്ല. കാരണം ഷീ ആണെങ്കിൽ ഭയങ്കര ഹാപ്പിയിലാണല്ലോ ഇപ്പൊ നിൽക്കുന്നത്. അമ്മ ഇന്റർവ്യൂവിന് പോകണ്ടെന്ന് പറഞ്ഞതിന്റെ ദേഷ്യത്തിൽ നമ്മളെ പെണ്ണ് ചിപ്സ് തിന്നോണ്ട് നിൽക്കുന്ന ടൈമായിരിക്കും അച്ഛൻ അകത്ത് വരട്ടെ എന്ന് ചോദിക്കുന്നുണ്ടാവുക. അവളാണെങ്കിൽ ആ സൗണ്ട് കേട്ടപാട് ബുക്ക് എടുത്തിട്ട് പഠിക്കുന്ന പോലെ അഭിനയിക്കുന്നുണ്ടാവേ. പക്ഷെ മൂപ്പത്തി ആണെങ്കിൽ ബുക്കൊക്കെ തലതിരിച്ച് വെച്ചിട്ടായിരിക്കും പഠിക്കുന്നുണ്ടാവുക. അച്ഛൻ ഇത് കണ്ടുപിടിച്ചിട്ട് ബുക്ക് മാറ്റിയിട്ട് അവളോടാണെങ്കിൽ പറയും, നമ്മള് ചെറുപ്പക്കാർ എപ്പോ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കണം, നിന്റെ അമ്മക്ക് എല്ലാത്തിലും പേടിയാണ്, അത് മാത്രമല്ല അവളെ കൊണ്ട് ഒരു ഗുണമില്ല, നിനക്കറിയില്ലേ അവളൊരു ടൈഗർ ആണെന്നുള്ള കാര്യം, അതുകൊണ്ട് നീ അവളെ കാര്യം വിട്ടേക്ക്, നിനക്ക് എന്നാ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ട്രൈ ചെയ്യുന്നു പറയും. അതേ ടൈം അവളാണെങ്കിൽ പറയും, അമ്മ പൈസ തരാണ്ട് എൻ്റെ കൈമിൽ എങ്ങനെയാ അച്ഛാ പൈസ ഉണ്ടാകും എന്ന് ചോദിക്കുന്നവര് അച്ഛനാണെങ്കിൽ പറയും, ഇവിടെ നീ ഇതുവരെ വായിക്കാത്തൊരു ബുക്കില്ലേ, അതിൽ ഞാൻ കുറച്ച് പൈസ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, അതെടുത്തിട്ട് എൻ്റെ മോള് പോയിട്ട് നന്നായിട്ട് വാന്ന് പറയും. ഈ കുരുട്ടിന് എന്ത് മണ്ടത്തരത്തിലാ പോയിട്ട് പെടുന്നതെന്ന് ദൈവത്തിനറിയാം. അച്ഛൻ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് ആ ഒരു വിചാരത്തിലായിരിക്കും പോകുന്നുണ്ടാവും മൂപ്പത്തി. നേരം അവരെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഇവക്കാണെങ്കിൽ ആ ഒരു സ്ഥലത്ത് പഠിക്കാന്നുള്ളൊരു സംഭവത്തിന് വേണ്ടിയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അവിടുത്തെ പെണ്ണുങ്ങളാണെങ്കിൽ ഇവളോട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടാവേ. നമ്മളെ പെണ്ണാണെങ്കിൽ ആ പെണ്ണുങ്ങൾ പറയുന്നതെല്ലാം കേട്ടിട്ട് ഇവളെ കൈമിലത്തെ പൈസയും ആ ഒരു പെണ്ണുങ്ങളെ കൈമിൽ കൊടുക്കുന്നുണ്ടാവും. പെണ്ണുങ്ങളാണെങ്കിൽ ഇവളോട് ട്രെയിനിങ്ങിന് വേറൊരു സ്ഥലത്ത് പോകണം എന്ന് പറഞ്ഞിട്ട് ഒരു അഡ്രസ്സ് കൊടുക്കുകയും അവളും അത് വിശ്വസിച്ചിട്ട് അവിടെ പോകുന്നേരം അവിടെ അങ്ങനത്തെ ഒരാളും ഉണ്ടാവില്ല, സ്ഥലവും ഉണ്ടാവില്ല, അവിടെ വേറെ എന്തോ ഒരു സംഭവമായിരിക്കും. നമ്മളെ പെണ്ണിനാണെങ്കിൽ പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലാകും. നമ്മളമ്മ പറഞ്ഞ കാര്യം കേട്ടിട്ടില്ല, അച്ഛൻ്റെ വാക്ക് കേട്ടിട്ട് അച്ഛൻ സൂക്ഷിച്ച് വെച്ച പൈസ എടുത്തിട്ടായിരിക്കും മൂപ്പത്തി പോയിട്ടുണ്ടാവുക. അപ്പൊ അവ കാര്യം വിളിക്കട്ടെ
ചെയ്യേണ്ടത് തിരിയുന്നുണ്ടാവില്ലേ. ഇതേ ടൈം ആയിരിക്കും നമ്മളെ ചെന്നാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഹെയ്ഫെയിൽ ഉണ്ടെന്ന് പറഞ്ഞ് ഇവളെ വിളിക്കുന്നുണ്ട്. വളരെ കരച്ചിൽ, ചേട്ടൻ്റെ പൈസ പോയി, ഞാൻ ഇങ്ങനെ പെട്ടി കിടക്കുന്ന, ആനക്ക് വിശക്കുന്നത്, എൻ്റെ കയ്യിലൊന്നുമില്ലേ എന്നുള്ള പറഞ്ഞിട്ട് ഒരേ കരച്ചിലായിരിക്കും. ചെന്നിന് എന്നാ ഇവളോട് പറയേണ്ടതെന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല. ഇവളോടാണെങ്കിൽ നീ എവിടെയുള്ളേന്ന് ചോദിച്ചിട്ട് അവൻ അങ്ങോട്ടേക്ക് വരാൻ നിൽക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇവള് നമ്മളെ ക്രഷിനെ മുന്നേ കണ്ടിരുന്ന് അത് ഇതാ ഈ ഒരു സിറ്റുവേഷനിലായിരിക്കും. ഈ ഒരു സിറ്റുവേഷനിൽ ഇവളെ ഫോണാണെങ്കിൽ ആരോ ഒരാൾ അടിച്ചു കൊണ്ടുപോകാൻ നിൽക്കുന്നവരായിരിക്കും. ഈ ഒരു ക്രഷ് വന്നിട്ട് അവളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അതിനൊക്കെ ശേഷമായിരിക്കും ഇവക്കാണെങ്കിൽ അവനോടൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ടാവുക. ഇതേ ടൈം തന്നെയായിരിക്കും നമ്മളെ ചെന്നു അങ്ങോട്ടേക്ക് എത്തുക. ചെന്ന് വന്നപാട് ഇവളോട് എന്നാ പ്രശ്നം എന്ന് ചോദിക്കുന്നേരം അവൾ ആ ഒരു കഥ മൊത്തം പറഞ്ഞു കൊടുക്കും. എടാ, എൻ്റെ എല്ലാ പൈസയും ഞാൻ കൊടുത്തടാ, ഫുഡിനുള്ള പൈസ വരെ എൻ്റെ കൈമില്ലാന്നായിരിക്കും ഇവള് പറയുന്നുണ്ടാവുക. അതേ ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ അവളെ സമാധാനപ്പെടുത്തു. എന്നിട്ട് അവളാണെങ്കിൽ ഇവന്റെ ഷോൾഡറിൽ പിടിച്ചിട്ടാണെങ്കിൽ പറയും, ഈ ഒരു കാര്യം ഞാനും നീയും അല്ലാണ്ട് വേറെ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ തീർന്നെന്ന് പറയുന്നുണ്ടാവേ. അതൊക്കെ കൊണ്ടായിരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ അന്ന് ഇവനെ നോക്കിയിട്ടുണ്ടാവുക, ഏത് ഈ ഒരു ക്ലാസ് റൂമിലുള്ള ടൈം. എന്നിട്ട് അവനാണെങ്കിൽ ചോദിക്കും, ഓക്കെ നമുക്കിങ്ങനെ കള്ളങ്ങളൊക്കെ പറയാം, പക്ഷേ അച്ഛനാണെങ്കിൽ ആ ഒരു പൈസേൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്നാ പറയുമെന്ന് ചോദിക്കുക. അതേ ടൈം അവളാണെങ്കിൽ പറയും, അത് നമുക്ക് എന്തെങ്കിലും ഗെയിം കളിച്ചിട്ട് തീർന്നു പോയതെന്നൊക്കെ കള്ളം പറയാന്നായിരിക്കും പറയുന്നുണ്ടാവുക. അവനാണെങ്കിൽ പറയും, കള്ളം പറയേണ്ട, ഞാൻ നിന്നെയും കൂട്ടിയിട്ട് ഭയങ്കര ഫണ്ണായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടിയിട്ട് എവിടത്തേക്കോ പോകുന്നുണ്ടാവേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാവ് കുഴഞ്ഞ് പണ്ടാരടങ്ങി. നാവ് കുഴയാണ്ട് നിൽക്കാൻ എന്തെങ്കിലും ഒരു ട്രിക്ക് ഉണ്ടെങ്കിൽ നാവ് പഠിച്ചാൽ മതി എന്ന് പറയണ്ട, അത് ഞാൻ ചെയ്യലുണ്ട്. അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഒരു ട്രിക്ക് ഉണ്ടെങ്കിൽ അത് പറ. അങ്ങനെ രണ്ടും കൂടിയിട്ട് ഒരു ഗാർഡനിലായിരിക്കും പോകുന്നുണ്ടാവുക. അവിടെയാണെങ്കിൽ നമ്മളെ കിമോണോ പോലത്തെ ഡ്രസ്സ് ഇല്ലേ, അങ്ങനത്തെ ഡ്രസ്സ് ഉണ്ടാവേ. അത് ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം. ആ ഒരു കാര്യം അത് വിൽക്കുന്ന ആള് പറയും. അത് മാത്രമല്ല, ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് തന്നെ നമ്മളെ പെണ്ണിനെ ഫോട്ടോ ഫ്രീ ആയിട്ട് കൊടുക്കാമെന്നും പറയും. ഇത് കേൾക്കുമ്പോൾ നമ്മളെ പെണ്ണിനെ ഭയങ്കര സന്തോഷമാക്കും. ഫ്രീ എന്ന് കേട്ടാൽ ആർക്കായാലും ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. അവളാണെങ്കിൽ ആ ഒരു റെഡ് കളർ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് വരുന്നുണ്ടാവേ. നല്ല രസം ഉണ്ടാവും അവളെ കാണാൻ. അങ്ങനെ ഫോട്ടോയിൽ എടുത്തു കഴിഞ്ഞിട്ടായിരിക്കും അത് കിട്ടുമ്പോൾ ഒരു കുഞ്ഞു ഫോട്ടോ ആയിരിക്കും. ഇത് അയാളെ ബിസിനസ് ആയിരിക്കും. കാരണം നല്ല ഫോട്ടോ ആണെങ്കിൽ അവർ രണ്ടാമതും വലുത് വേണമെന്ന് പറഞ്ഞിട്ട് പൈസ കൊടുത്തിട്ട് വാങ്ങുമല്ലോ. പക്ഷേങ്കിൽ ഇവരാണെങ്കിൽ അത് വാങ്ങുന്നുണ്ടാവില്ല. അതിന് $3 $4 അറ്റം പറയുമ്പോൾ ഇവരാണെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞിട്ടായിരിക്കും അവിടുന്ന് പോകുന്നുണ്ടാവും. പക്ഷേങ്കിൽ നമ്മളെ പെണ്ണിനാണെങ്കിൽ അതിനൊരു വലിയ ഫോട്ടോ വേണമെന്ന് ആഗ്രഹം ഉണ്ടാവേ. അവളാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇതിങ്ങനെ കുഞ്ഞി ഫോട്ടോ അല്ലേ, ഇതിന്റെ വലിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതേനും, പക്ഷേ എന്നാലും കുഴപ്പമില്ല, ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന്. ഇതൊക്കെ കേൾക്കുന്നിട്ട് നമ്മളെ ചെക്കൻ്റെ മനസ്സാണെങ്കിൽ അലിയുന്നുണ്ടാവും. അവനാണെങ്കിൽ ഇപ്പൊ ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അയാളെടുത്തുനിന്ന് ഇവിടെ വലിയ ഫോട്ടോ വാങ്ങുന്നുണ്ടാവും. അത് കണ്ടിട്ട് നമ്മളെ ചെക്കൻ്റെ മുഖത്തൊരു ചിരിയുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടാ നിങ്ങൾ പറ. അങ്ങനെ അവനാണെങ്കിൽ ഫോട്ടോ എല്ലാം വാങ്ങിയിട്ട് അവളെടുത്ത് വന്നിട്ട് ഇരിക്കുന്നവരായിരിക്കും. അവള് പറയുന്നുണ്ടാവുക, നമുക്ക് നാട്ടിലേക്ക് പോകാനുള്ള വണ്ടി 10 മിനിറ്റ് കൊണ്ടിട്ട് എടുക്കും, ഉറപ്പായിട്ട് നമുക്ക് ആ ഒരു വണ്ടി കിട്ടാൻ പോകുന്നില്ല, ഇന്ന് നമ്മൾ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും എന്ന് പറയേ. അവനാണെങ്കിൽ ചോദിക്കും, നമ്മൾ എവിടെയാണ് നിൽക്കുക, ഈ ഒരു സ്ട്രീറ്റിൽ കിടക്കേണ്ടി വരുമോ എന്ന് ചോദിക്കുന്നേരം അവളാണെങ്കിൽ പറയും, നമുക്ക് ഉറപ്പായിട്ട് ഒരു ഹോട്ടൽ എടുക്കേണ്ടി വരും. അത് മാത്രമല്ല, നമ്മൾ വീട്ടിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാളും ഒരേ കാര്യം പറയണമെന്ന് പറയേ. അങ്ങനെ രണ്ടും കൂടി കുരുട്ടു ബുദ്ധിയിൽ ആലോചിക്കും. അങ്ങനെ രണ്ടാളും കൂടിയിട്ട് ഇവരെ ക്ലാസ്മേറ്റിന്റെ വീട്ടിൽ അവര് നിന്നെന്നുള്ളൊരു കള്ളം പറയാമെന്ന് പറഞ്ഞിട്ട് സെറ്റ് ആക്കുന്നുണ്ടാവും. ഇത്ര നെയ്ബേഴ്സ് ആന്ന് പറഞ്ഞാലും ഒരു ചെക്കനും പെണ്ണും റൂമിൽ ഒറ്റക്ക് നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേരൻസ് സഹിക്കൂലല്ലോ. അതുകൊണ്ടായിരിക്കും പിള്ളേർ കള്ളം പറയുന്നുണ്ടാവുക. അങ്ങനെ രണ്ടും കൂടിയിട്ട് ഹോട്ടൽ റൂം നോക്കാൻ പോവുകയെ. അപ്പോൾ അവനാണെങ്കിൽ അവളോട് ഫസ്റ്റ് പോകുന്നു പറയും, അവളാണെങ്കിൽ അവനോട് ഫസ്റ്റ് പോകുന്നു പറയേ. എങ്ങനെയല്ലോ അവൻ കൺവിൻസ് ചെയ്തിട്ട് അവളോട് പോകാൻ പറയുന്നുണ്ടാവും. അവളാണെങ്കിൽ പോയിട്ട് 2 റൂം വേണമെന്ന് പറയുന്നത്. ഇവരെ കൈമിലത്തെ പൈസക്ക് 2 റൂം കിട്ടൂലേ. അവൾ നേരെ വന്നിട്ട് ചെക്കനോട് ചോദിക്കും. അവനാണെങ്കിൽ പറയും, വേറെ ഒരു വഴിയും ഇല്ലെങ്കിൽ നമുക്ക് ഒരു റൂം എടുക്കാമെന്ന് പറയും. അവളും പറയും, ഒരു റൂം എടുക്കാല്ലേ, എന്നാൽ പിന്നെ ഈ പ്രാവശ്യം നീ പോയിട്ട് പറയാമെന്ന് പറയാം. പക്ഷേ അവൻ പിന്നെയും അവളെ തന്നെ കൺവിൻസ് ചെയ്തിട്ട് ഒരു റൂം എന്നുള്ള കാര്യം പറഞ്ഞിട്ട് കീ വാങ്ങിയിട്ട് റൂമിൽ പോകുമ്പോഴേക്കും വലിയ കോമഡി. നമ്മൾ ഹണിമൂണിനൊക്കെ വരുമ്പോൾ ഡെക്കറേറ്റ് ചെയ്യൂലേ, വരുമ്പോൾ നിങ്ങൾ കാണാം, നമ്മൾ സിനിമയിലെല്ലാം കാണുന്നില്ല, അതുപോലെ അങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒരു അഡാറ് റൂം ആയിരിക്കും. ആ ഒരു റൂം കണ്ടിട്ട് ഷോക്കായിട്ട് നിൽക്കുന്ന നമ്മളെ പിള്ളേരെ കാണിച്ചിട്ടായിരിക്കും ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നുണ്ടാവുക. തുടക്കം തുടങ്ങും നേരം ഞാൻ വിചാരിച്ച്, ഞാൻ ഇത്രയേരം പറഞ്ഞത് ഭയങ്കര ലാഗായിട്ടുള്ള സംഭവമായിരിക്കും എന്നുള്ള ഞാൻ മനസ്സിൽ വിചാരിച്ചിനെ. പക്ഷേ അവസാനിക്കും തോറും ഭയങ്കര കോമഡി ആയിട്ടുള്ള ഡ്രാമ എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ യൂട്യൂബ് വീഡിയോ ഉണ്ട്, അതിൻ്റെ കമൻറ്റ് സെക്ഷൻ ഒന്ന് ജസ്റ്റ് പോയിട്ട് നോക്കിയാൽ മതി. അടിപൊളി ഡ്രാമയാണ്. അതുകൊണ്ട് മറക്കാണ്ട് ബാക്കി എപ്പിസോഡ്സ് കാണാൻ നമ്മളെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറന്നു പോകണ്ട. അപ്പോൾ എല്ലാവർക്കും ബൈ 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 ബൈ.